ഞാൻ ബേബി ടീച്ചർ. നമ്മുടെ സ്കൂളിലെ പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന തയ്യൽ സംരംഭത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൽ സഹായിക്കുന്നത് സഫിയ ടീച്ചറും മദർ പി ടി ആയ ബിന്ദു തങ്കച്ചനുമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. കുട്ടികൾക്ക് പറയാനുള്ളത് എന്താണ്? നമ്മുടെ നാട്ടിൽ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. ഇതിനെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ PTMA UP സ്കൂളിലെ വിദ്യാർത്ഥികളായ ഞങ്ങളും അധ്യാപകരുടെ സഹായത്തോടെ തുടങ്ങിയ സംരംഭമാണ് തുണിസഞ്ചി നിർമ്മാണം. സ്കൂൾ അവധി ദിവസമായ വെള്ളി ഞായർ ദിവസങ്ങളിലും മറ്റു അവധി സമയത്തുമാണ് ഞങ്ങൾ ഈ പരിശീലനം ചെയ്തത്. ബേബി ടീച്ചർ, സഫിയ ടീച്ചർ, സ്കൂൾ മദർ PTA ബിന്ദു തങ്കച്ചൻ എന്നിവരുടെ സഹായത്തോടെ ഞങ്ങൾക്ക് ഈ പരിശീലനം ഉപകാരപ്രദമായി. തുണിസഞ്ചി കൂടാതെ പെറ്റിക്കോട്ടും ബാഗും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ തുന്നൽ പരിശീലനം കൊണ്ട് ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഭാവിയിൽ നല്ല ഉപകാരപ്രദമാകാൻ പറ്റും എന്നതിൽ ഏറെ അഭിമാനകരമാണ്. ഞങ്ങളുടെ തുടക്കം തുണിസഞ്ചിയും ബാഗും പെറ്റിക്കോട്ടുമാണെങ്കിലും ഭാവിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ സ്വയം തയ്ക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഒരു സ്വയം തൊഴിൽ എന്ന നിലയിൽ ഇതിനെ തുടർന്നു പോവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് നമ്മുടെ സ്കൂൾ കുട്ടികൾ ഉണ്ടാക്കിയ സാധനമാണ്. ഇത് നമ്മൾ സ്കൂൾ കുട്ടികൾ നിർമ്മിച്ച ബാഗാണ്. ഇത് പലതരം തുണികളിൽ നിർമ്മിച്ച ബാഗാണ്. ഇത് നമുക്ക് സ്കൂൾ ബാഗായി ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് കവറിന് പകരമായി ഞങ്ങൾ നിർമ്മിച്ച തുണിസഞ്ചിയാണിത്. സ്കൂളിൽ നിന്നും അരി വാങ്ങാനും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും ഇത് ഉപയോഗപ്രദമാണ്. ഇത് നമ്മൾ നിർമ്മിച്ച പെറ്റിക്കോട്ടാണ്. ഇത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച പെറ്റിക്കോട്ടാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമാണ് നമ്മുടെ ലക്ഷ്യം. ഈ നാടിൻ്റെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഇത്തരം പ്രവർത്തനം നൽകുന്നത് ഇതിനു വേണ്ടിയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നാടിന് നൽകുന്ന